മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് മറുപടി അറിയണമെങ്കിൽ അറബി ഭാഷയിൽ PhD എടുത്തിട്ട് കാര്യമില്ല, വലിയ കിതാബുകൾ മുഴുവൻ വായിച്ചു തീർത്തിട്ട് കാര്യമില്ല. എത്രയോ കിതാബുകൾ രചിച്ചൊരു വലിയ പണ്ഡിതന് പോലും മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണമെന്നില്ല. ഹൃദയത്തിൽ ഇഖ്ലാസും ഖുശൂഉം അതിന്റെ കൂടെ അമാലുകളും ഇല്ലെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയുക പ്രിയപ്പെട്ടവരെ സാധ്യമല്ല. തൗഹീദ് എന്ന ഏറ്റവും വലിയ റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് മറുപടി പറയാൻ പ്രിയപ്പെട്ടവരെ സാധ്യമല്ല. എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ തങ്ങളാകട്ടെ, എത്ര വലിയ ഉസ്താദാകട്ടെ, ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ, അള്ളാഹുവാണ് എന്റെ റബ്ബെന്ന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ, മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ റബ്ബ് അള്ളാഹുവായി മാറണം, ജീവിതത്തിൽ റബ്ബ് പടച്ചവനായി മാറണം, ജീവിതത്തിൽ ആശയും അവലംബവും അള്ളാഹു മാത്രമായി മാറണമല്ലാത്തവർക്ക് പ്രിയപ്പെട്ടവരെ ഉത്തരം കിട്ടുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു ചുമട്ട് തൊഴിലാളിയായ, ഖുർആൻ പോലും തപ്പിത്തടഞ്ഞ് മാത്രം വായിക്കാൻ അറിയുന്ന പാമരനായ ഒരു മനുഷ്യൻ, അധികമൊന്നും ഇൽമില്ല, അധികമൊന്നും അറിവില്ല, പക്ഷേ ഹൃദയത്തിൽ അള്ളയുണ്ടായിരുന്നു, പടച്ച റബ്ബുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എന്തെന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ പാവപ്പെട്ട പാമര മനുഷ്യന്റെ നാവുകൾ യാ അല്ലാ യാ അല്ലാ എന്ന് മാത്രം മന്ത്രിച്ചിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബീ, അല്ലാ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, അണ്ടകടാഹത്തിന്റെ നിയന്താവായ, ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാനായ, അഖിലാണ്ട മണ്ഡലത്തിന്റെ നിയന്താവായ അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് മറുപടി പറയാൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ.